പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ എക്സാം ഉണ്ട് കേട്ടോ. കളമശ്ശേരിയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി നമ്മൾ വന്നേക്കാണ്. നമുക്ക് കയറേണ്ടത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോവാ. ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പില്ലേ, ഇവിടെ വരുമ്പോ കാണും, ഇപ്പൊ ചിലപ്പോ കാണാൻ പറ്റും ഒരു പഴയ മോഡൽ വണ്ടി ഇവിടെ കാണാം. ഈ കിടക്കുന്നുണ്ടോ പഴയ മോഡൽ വണ്ടികളായി കിടക്കുന്നത് എന്താ. എന്റെ ബാക്കിലൊക്കെ വണ്ടി ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് എക്സാം ചെയ്യേണ്ടത്. ഈ ഒരു മെയിൻ ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇന്നത്തെ എക്സാം വരുന്നത്. യോഗടയാന്ന് തോന്നുന്നത്. അവിടെ ഒരുപാട് പേര് ആ ഒരു റൂമിനുള്ളിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ രജിസ്റ്റർ നമ്പർ നോക്കി നമ്മുടെ പ്ലേസ് എവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പുറം സൈഡിൽ ഈ വഴി പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് റൗണ്ട് അടിച്ച് വേണം പോകാനായിട്ട്. ആദ്യത്തെ പരീക്ഷയ്ക്ക് ഞങ്ങൾ ആ ഒരു വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഫ്രണ്ട് മെയിൻ ബ്ലോക്ക് എന്ന് പറയണത്. ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നുണ്ട്. നമുക്ക് 2001 C3 ആണ് കിട്ടിയുണ്ട്. നമുക്ക് C3 ഇതാണ് നമ്മുടെ പ്ലേസ്. ഇവിടെ ഫുള്ള് കൺഫ്യൂഷൻ ഉണ്ട്. എ ആണോ ബി ആണോന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയേക്കണത് C3 ആണ്, 110B. ഇതാണ് നമ്മുടെ ടേബിള്. എല്ലാരും ഭയങ്കര ഡിസ്കഷനിലാണ്. ഇപ്പൊ 9:30 എക്സാം പറഞ്ഞേക്കണത്. 9:30 to 1.5 മണിക്കൂർ ഇത് രണ്ടും കാണിക്കണം. പരീക്ഷ തുടങ്ങാറായി. ഇൻവിജിലേറ്റർ വന്നിട്ട് അവിടെ പിന്നിപ്പോ ബാക്കിൽ ഫോണൊക്കെ എടുത്ത് നോക്കട്ടെ. എക്സാം കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ എക്സാം കഴിഞ്ഞു. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ കഴുകി കിട്ടിയിട്ടാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വിചാരിച്ച പോലെയല്ല. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച കുറച്ച് ആൻസറൊക്കെ തെറ്റായിരുന്നു. ലോജിക്കായിട്ടാണ് കുറെ ആലോചിച്ചത്, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. എക്സാം കഴിഞ്ഞ സന്തോഷത്തിലുണ്ട്. ഓർബിറ്റ് അടിക്കാം. ഇതാണ് നമ്മ ആൻസർ ചെയ്തത്. ഇതൊക്കെ ഈ പേജെല്ലാം നല്ല സെറ്റാണ് കേട്ടോ, കറക്റ്റാണ് ഇതെല്ലാം. പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നു. അത് എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ ഫോട്ടോ എടുത്തിട്ട് ChatGPT ആൻസർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ആൻസർ വന്നപ്പോഴാണ് മനസ്സിലായത് കുറച്ചൊക്കെ തെറ്റിപ്പോയിരുന്നു. എന്നാലും കുഴപ്പമില്ല. അവിടെ ഉണ്ട് അവിടെ. ഇന്നെന്താണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ സ്റ്റുഡൻസ് ഭയങ്കര കുറവാണ്. നമുക്ക് മാത്രം എക്സാം കൊടുക്കണല്ലേ. എവിടെ നോക്കിയാലേ സ്റ്റുഡൻസ് ഇല്ല. അല്ല, നമ്മുടെ ആളുകൾ മാത്രമേ ഉള്ളൂ. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടെ. ഇതാണ്ട ജസ്റ്റ് കല്ലുകളൊക്കെ അടക്കി വെച്ചേക്കണ്ട. ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് ചെയ്തേക്കണായിരിക്കും. ഇതെന്ത് തെയ്യം വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മ എക്സാമിന് വന്നേക്കണ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. സാധാരണ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുന്നതാ, പക്ഷെ ഈ സമയത്തില്ല. ചിലപ്പം ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് മാത്രം ആയിരിക്കാം. സാറ്റർഡേ ഉണ്ടായിരിക്കും എന്ന് പറയണേ. ചിലപ്പോൾ അതായിരിക്കും. ശനിയാഴ്ച ഉണ്ടായിരിക്കും അല്ലേ. കാട് വഴി എളുപ്പവഴി ഉണ്ടോ അവളോ ഗായ്സ്. ഇത് നോക്കിയ പഴയ മോഡൽ വണ്ടിയും അവരുടെ ഇവിടുത്തെ കോളേജിലെ പ്രൊജക്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് കണ്ട. ഓൾഡ് ഇതൊക്കെ ഏത് ഇയറുള്ള മാനുഫാക്ചർ ആയിരിക്കും. ഇത് കയറാൻ പറ്റുമോ? അങ്ങനെ കയറാം നോക്കാലോ. KL07M11 ഇത് അവരുടെ പ്രൊജക്റ്റാന്ന് തോന്നുന്നു കേട്ടോ. പ്രൊജക്റ്റ് വണ്ടിയായിട്ടാണ്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ? എൻ്റെ പയ്യന്മാർ നോക്കട്ടെ. ഇത് അറ്റത്തൊരു എഞ്ചിൻ ഇരിപ്പുണ്ട്. ഓട്ടോ അല്ല, അതേ ഏറ്റവും അറ്റത്തൊരു വിമാനത്തിന്റെ എഞ്ചിൻ. ഏതാ ഈ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ട. എക്സാം കഴിഞ്ഞ് നമ്മിന് പുറത്തോട്ട് വേണ്ട. 1.5 മണിക്കൂർ ഉണ്ടായുള്ളൂ എക്സാം. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. 1 വേർഡ് മാത്രമേ ഉണ്ടായുള്ളൂ. 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1 വേർഡ് മാത്രം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ എഴുതിയായിരുന്നു. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നണം കേട്ടോ. ഒരുപാട് പേരൊന്നും കാണാനില്ല.
ഇതാണ്. അപ്പൊ നമ്മളെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇവിടെ അവസാനിക്കേണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.